ഹലോ ഫ്രണ്ട്സ്, ഡിജിറ്റൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് തൊമാർക്കറ്റ് ആപ്പിൻ്റെ ഈ ഒരു റിവ്യൂ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. എങ്ങനെയാണ് തൊമാർക്കറ്റ് എയർഡ്രോപ്പിൻ്റെ ടോക്കൺസ് നമുക്ക് ബിറ്റ്ഗെറ്റിലേക്ക് വിഡ്രോ ചെയ്യുന്നത്, അതായത് വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷോർട്ടായിട്ട് പറയുന്നത് ഗെയ്സ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണും കാര്യങ്ങളും ഓൺ ആക്കിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് ഗെയ്സ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ടുമാ ഈസ് ലീസ്റ്റിംഗ് ഡിസംബർ 20 ഇതിൻ്റെ ലീസ്റ്റിംഗ് വരുന്നത്. അതായത് ഈ മാസം തന്നെയാണ് ഇതിൻ്റെ ലീസ്റ്റിങ്ങും കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൽ ഒരു എന്താ പറയുക, ഇതിലൊരു ചെറുതായിട്ട് നമ്മളൊരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇത് ലീസ്റ്റ് ചെയ്യണ സമയത്ത് നമുക്കത് കോയിൻസ് നമ്മുടെ വാലറ്റിൽ ഒരിക്കലും ലഭിക്കില്ല. അതായത് ഈ ഒരു തെറ്റ് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് ഈ വാലറ്റിലേക്ക് വിഡ്രോ അടിക്കുന്ന സമയത്ത്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ വാലറ്റിലേക്ക് കറക്റ്റ് വിഡ്രോ ഡെപ്പോസിറ്റ് ചെയ്യുക എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഡെയിലി ടാസ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴും ഇതിൽ ചെയ്യുക. അതുപോലെ തന്നെ മൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ട്സിനെ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ടോക്കൺസ് ഏൺ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ ഗെറ്റ് ഗോൾഡൻ ടിക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 250 സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ബെനിഫിറ്റും കാര്യങ്ങളും തന്നെ ഈ ഒരു തൊമാർക്കറ്റ് നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു 2 ലാക്ക് അല്ലെങ്കിൽ 1 ലാക്കൊക്കെ കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മതി. ഇവിടെ മുകളിൽ കാണാൻ കഴിയും ലീസ്റ്റിംഗ് സീസൺ ഈസ് കമ്മിങ് സൂൺ, അതായത് സീസൺ അടുത്തുകൊണ്ടിരിക്കുകയാണ് ലീസ്റ്റിങ്ങിൻ്റെ. ഇനി 4 ദിവസവും 11 മണിക്കൂറും 55 മിനിറ്റും മാത്രം ബാക്കി നിൽക്കുകയാണ് ഗൈസ്. എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഗൈസ്, വീണ്ടും പറയുകയാണ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ മണി മേക്കിംഗ് വീഡിയോസുകൾ, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ടോക്കനൊക്കെ പുതുതായിട്ട് ടെലിഗ്രാമിൽ വരുന്ന ബൂട്ടുകളെ കുറിച്ചൊക്കെ ഈ ഒരു ചാനലിലൂടെ പറയാം. അതുപോലെ തന്നെ ഓൺലൈൻ ജോബുകൾ, ഗൾഫ് ജോബുകളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഗൈസ്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നമ്മൾ വിഡ്രോ അടിക്കാൻ പോവുക. അതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ തൊമാർക്കറ്റ് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഹോം, ടാസ്ക്, ഫാമിംഗ് ബോൾ, അതുപോലെ തന്നെ ഫ്രണ്ട്സ്, അസറ്റ് എന്ന് കാണാൻ കഴിയും. അസറ്റിൽ നിങ്ങൾ ഏറ്റവും അവസാനം വരുന്ന അസറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങളുടെ എയർ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ടോക്കൺസ് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ ഡെപ്പോസിറ്റ് CEX എന്ന് കാണാൻ കഴിയും. അതായത് 18 മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക, അത് ചെയ്തിരിക്കുക. 18 ഈ മാസം 18 ക്ലോസ് ആവാൻ പോകും. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ ചെയ്യുക. പിന്നെ ക്ലെയിം ഓൺ അപ്റ്റോസ് എന്ന് പറയുന്ന ഏറ്റവും താഴത്തൊരു കാണാൻ കഴിയും ബിറ്റ്ഗെറ്റ് വാലറ്റ് ലേറ്റ് എന്ന് കാണാൻ കഴിയും. നിങ്ങൾക്ക് അതിലേക്ക് വേണമെങ്കിൽ ലൈറ്റ് ബിറ്റ്ഗെറ്റിൻ്റെ ലൈറ്റ് വാലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് കേട്ടോ നിങ്ങൾക്ക് കണക്ട് ചെയ്യുക. അവിടെ കണക്റ്റ് എന്ന് കാണാൻ കഴിയും, അതിലേക്ക് കണക്റ്റ് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ബിറ്റ്ഗെറ്റ് വാലറ്റിൻ്റെ എക്സ്ചേഞ്ച് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ പോയി ഡൗൺലോഡ് ചെയ്തിട്ടൊക്കെ അതിൻ്റെ യഥാർത്ഥ എക്സ്ചേഞ്ച് ബിറ്റ്ഗെറ്റിൻ്റെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഗോ എന്ന് കൊടുക്കുക. ഇവിടെ ഗോ എന്ന് കൊടുത്തതിന് ശേഷം ഗൈസ്, ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഗോ ടു സ്റ്റേക്ക് എന്ന് കാണാൻ കഴിയും. ഒരിക്കലും നിങ്ങൾ ആ ചുവപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യരുത്. കാരണം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും 10 days and 5 hours, അതായത് ലീസ്റ്റിംഗ് ചെയ്യണ ആ സമയത്ത് പോലും നിങ്ങൾക്ക് ടോക്കൺ ലഭിക്കുകയില്ല. നിങ്ങൾ സ്ട്രൈക്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് കിട്ടാൻ പോവുക. ഇവിടെ ലീസ്റ്റിംഗ് ചെയ്യാൻ പോകുന്നത് വെറും 4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ എന്ത് ചെയ്യുക, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരിക്കലും ഗോ ടു സ്റ്റേക്ക് എന്ന് നിങ്ങൾ കൊടുക്കരുത്. നേരെ സ്കിപ്പ് ആൻഡ് സ്റ്റാർട്ട് പ്രീ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ആ കറുത്ത ബട്ടണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വെറും 2 ഓപ്ഷന് മാത്രമാണ്. ഒന്ന് ബിറ്റ്ഗെറ്റ് വാലറ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക,
ഡയറക്റ്റ് വിഡ്രോ അടിക്കുക. അതല്ലെങ്കിൽ ഗെറ്റ് ആയോ എന്ന് പറയുന്ന ആ ഒരു വാലറ്റ് ഉണ്ടെങ്കിലും അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ബിറ്റ്ഗെറ്റ് വാലറ്റാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഡോഗ് വാലറ്റ്, ഡോഗ് അതുപോലെ തന്നെ മറ്റു ഒരുപാട് വിഡ്രോ നമ്മൾ ഒരുപാട് ബോട്ടിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ കോയിൻസ് ടോക്കൺസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറയുന്നത് ബിറ്റ്ഗെറ്റിലേക്ക് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ടോക്കണും കാര്യങ്ങളൊക്കെ നൽകും, 1000 2000 ഒക്കെ നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉറപ്പില്ല, അത് 50-50 നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ഭാഗ്യം എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് ബിറ്റ്ഗെറ്റ് വാലറ്റ് എനിക്കുണ്ട്, അത് ഞാൻ ബിറ്റ്ഗെറ്റ് വാലറ്റിലേക്ക് വിഡ്രോ ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു റെഡ് ബട്ടൺ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മുടെ ബിറ്റ്ഗെറ്റ് വാലറ്റ് എക്സ്ചേഞ്ച് ലൈറ്റ് വാലറ്റ് ഇല്ല കേട്ടോ, ലൈറ്റാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ട് ഉള്ളത്. ആ ലൈറ്റ് അല്ല, ബിറ്റ്ഗെറ്റിൻ്റെ യഥാർത്ഥ എക്സ്ചേഞ്ച് എന്ന് പറയുന്നൊരു വലിയ വാലറ്റ് ഉണ്ട്, അതാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഇവിടെ ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയും അല്ലേ. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം, അതായത് മാക്സിമം എത്രയാണ് നിങ്ങൾക്കുള്ളത് അത് ഇവിടെ മാക്സിമം കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ കഴിയും നിങ്ങളുടെ ടോക്കണും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം അതിൻ്റെ താഴത്ത് ബിറ്റ്ഗെറ്റ് UID, അതായത് നിങ്ങളുടെ ബിറ്റ്ഗെറ്റ് വാലറ്റിൻ്റെ UID ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. ടൊമാറ്റോൻ്റെ ആ ഒരു അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടോക്കൻ്റെ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കൊന്ന് ബാക്ക് അടിച്ചിട്ട് നേരെ ബിറ്റ്ഗെറ്റ് വാലറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, പോകണം. അതിനുശേഷം ഞാനിവിടെ എൻ്റെ ബിറ്റ്ഗെറ്റ് യഥാർത്ഥ വാലറ്റ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഗൈസ് 1-2 സെക്കൻഡ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വാലറ്റ് ഇവിടെ ഓപ്പണായി. അതിനുശേഷം ഇവിടെ ഇടത്തെ സൈഡിൽ ഏറ്റവും ടോപ്പിൽ ആ ഒരു കള്ളിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ID കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. അത് ഇവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ID നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക, എന്നിട്ട് നേരെ ബാക്കിൽ വരിക. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്കിവിടെ തുമാറിൻ്റെ അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യണം, ലഭിക്കണം. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെനുവിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം അസറ്റ് കൊടുക്കുക. അസറ്റ് കൊടുത്തിട്ട് നമുക്കിവിടെ ആഡ് ഫൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഇത് കാണാൻ കഴിയും നമ്മുടെ ബാലൻസിൻ്റെ താഴെ. ആ ആഡ് ഫൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറയുന്ന ഏറ്റവും മുകളിലെ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഇവിടെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക, ടുമോ എന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഗൈസ് ഇവിടെ വന്നിട്ടുണ്ട് തുമ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇവിടെ 2 ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ടുമ എന്ന് പറയുന്ന ആ ഒരു ഭാഗം തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ ആ അഡ്രസ്സ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. അഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ ബിറ്റ്ഗെറ്റ് വാലറ്റിൻ്റെ ID-യും അതുപോലെ തന്നെ നമ്മുടെ അഡ്രസ്സും. നമ്മുടെ എന്ത് ചെയ്യുക, ടുമാൻ്റെ അഡ്രസ്സ് ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് നേരെ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇനി ID നമുക്ക് എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ID നമുക്ക് ഇവിടുന്ന് കിട്ടും. നമ്മുടെ ക്ലിപ്പ് ബോർഡ് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട് ID. ഇവിടെ ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും 2011 എന്ന് പറയുന്ന ഒരു ID. ഇവിടെ മാക്സിമം എന്ന് തന്നെ കൊടുക്കുക, എന്നാലേ നമ്മുടെ ഫുള്ള് ടോക്കൺ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഗൈസ് ഇവിടെ താഴത്ത് നിങ്ങൾ എല്ലാം അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പരിശോധിച്ചതിന് ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് ഒന്നുകൂടി സബ്മിറ്റ് ചെയ്യാൻ, നമുക്ക് കൺഫേം ചെയ്യാൻ വരും. ഇത്ര കാര്യങ്ങൾ, ഇത്ര കോയിൻസ്, ഇതാണ് അഡ്രസ്സ്, ഇതാണ് നിങ്ങളുടെ ബിറ്റ്ഗെറ്റ് UID എന്ന് പറയുന്നത്. ഇതൊക്കെ കറക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് വായിച്ചു നോക്കിയതിന് കറക്റ്റായതിനു ശേഷം കൺഫേം നിങ്ങൾ കൊടുക്കുക. ഇവിടെ നിങ്ങൾ കാണാൻ കഴിയും സബ്മിഷൻ സക്സസ്ഫുള്ളി ആണ്. ഇനി നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആ അഡ്രസ്സ് നമുക്ക് എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, എല്ലാം ചെയ്യാം. ഗ്യാസ് ഫീസ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട്, ഗ്യാസ് ഫീസ് ഫ്രീ ആണ് ഈ ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക്. അതുപോലെ തന്നെ get.io എന്ന് പറയുന്ന വാലറ്റിലേക്കും നമുക്ക് വിഡ്രോ അടിക്കുമ്പോൾ നമുക്ക് ഗ്യാസ് ഫീസ് ഫ്രീ ആണ്. അപ്പോൾ ഗെയ്സ് ഇത്രയും കാര്യങ്ങളാണ് തുമാറ്റിൻ്റെ പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഗെയ്സ് മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, സി യു.